ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർണാടകയുടെ ഷിരൂരിൽ കൂടിയുള്ള ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഷിരൂരിൽ കൂടി ഗോവയ്ക്ക് പോകുന്നൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊരു 7 മണിയാകുമ്പം തന്നെ എണീറ്റിട്ടുണ്ട്. മക്കളൊക്കെ ഉണരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും കുളിച്ച് റെഡി ആവുകയാണ്. എന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ തന്നെ താഴെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, വെജ് റെസ്റ്റോറൻ്റ് ആണ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ യാത്ര തുടരുകയാണ്. ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. പാദവാസത്തിൽ കഴിക്കുന്ന വഴി നല്ല ചൂടുണ്ട്. ഒരു ചൂടില്ല. ഓർക്കുണ്ട് ഭക്ഷണം പോയില്ല എല്ലാരും. ടോയ്ലറ്റ് പോണോ? ഇതാണ് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലെ റൂം കേട്ടോ. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമും ബാത്റൂമൊക്കെ ആണ്. അപ്പം ഇന്ന് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ് കേട്ടോ. മറ്റേ ബാഗ് തരോ? ഉമ്മാന്റെ ബാഗ് തരോ? വേണ്ട, ഞാൻ പിടിച്ചോളൂ. നീ നടന്നോ. ഇനി നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. ഇവിടെ റൂം ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ മോളിലേക്ക് പോയതാ, തിരിച്ചു വരുന്നുണ്ട്. സീറോ ഒന്നായത്. ലിഫ്റ്റ് താഴോട്ടേക്ക് പോകും. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഗോവയിലേക്കുള്ള 3ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷിരൂരിൽ കൂടിയുള്ള വീഡിയോ ആണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഗോവയിൽ എത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. നമ്മളിന്ന് ഷിരൂരിൽ വരെ എത്തുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അത് നടന്നിട്ട് പോകുന്നു. ഒരു മണിക്കാത്തോപ്പ് അത് കയറ്റല്ലേ. ഗോവ എത്താൻ ഒരു മണിയാണ്. ഹലോ, 5 സീറ്റ്
സെറ്റാ എന്നോടെന്നാ നോക്കുന്നുണ്ട്. നമ്മള് വയനാട് ചുരം പോലത്തെ ഒരു റോഡാ. രസം കിട്ടോ സ്ഥലം കണ്ടോ? മസാല കോടി പോയി പോലെ ഉണ്ട് ഇത്. ഇങ്ങനെ ആ മര നോക്ക്. മര പെട്രോൾ പമ്പ്, അത് ഡീസന്റ് പെട്രോൾ പമ്പ്. ഇവിടുത്തെ പെട്രോൾ പമ്പിലൊക്കെ ലോറിക്കാരൊക്കെ ഇറങ്ങി ബാത്റൂമിലൊക്കെ പോകും. ഓർമ്മ ഉണ്ടോ നായിക്ക് വേപിടിച്ച് കടിക്കാൻ പോയ ഇരിക്കാൻ പറഞ്ഞപ്പോ അത് ഇരുന്ന് പോലും. പിന്നെ അത് ഇനീറ്റ് നിന്ന് നായ്ക്കുട്ടി പമ്പിലുള്ള ഓനിങ്ങനെ കൈ കൊണ്ട് ഇരിക്കാൻ കാണിച്ചു പോലും. ആ അപ്പൊ അത് ഇരുന്ന് റൂമെല്ലാം പോന്നു. പിന്നെ അവന്റെ വയ്യ വന്ന് കിട്ടോ ഇതൊക്കെ മാറ്റാലാ കാണാം. നമ്മളിന്ന് രാവിലെ ഇത്രയും കഴിച്ചിട്ട് 300 വായിക്കുന്നു. ഇന്നലെ രാത്രി ഈ കിണാപ്പിക്ക് ഭയങ്കര പൈസ കേട്ടോ. അതെല്ലാം പറഞ്ഞ നൂഡിൽസിന് ഭയങ്കര പൈസ. ആരോട്ട് തിന്നയില്ല. നൂഡിൽസ് ഒന്നിന് വാങ്ങണ്ടേ? ഇനി വിചാരിക്കുന്നത് നമ്മളങ്ങനെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ നൂഡിൽസ് അല്ല ഹോട്ടലിൽ ഉണ്ടാകുന്നത്. തിന്നെങ്കിലും ഓക്കെയാ, അത് മര്യാദയ്ക്ക് ഒരു വേവാത്ത നോട്ടുവാണല്ലേ, തിന്നുന്നതിനല്ല. ഒരു പച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാ. അർജുൻ്റെ ഈ അപകടം നടന്നതിന് ശേഷം എല്ലാവർക്കും ഈ ലോറിക്കാർക്കൊക്കെ ഇതിൽ വരാൻ പേടിയാണ്. വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. ഇപ്പുറത്തേലിട്ടു. കൺട്രോൾ ചെയ്യുന്ന മറ്റേ ഓട്ടോമാറ്റിക് ആണല്ലേ. ഷിരൂർ ടോൾ പ്ലാസ അല്ലേ? വെൽക്കം ടു ഷിരൂർ ടോൾ പ്ലാസ. ഇയാളെന്താക്കത് സ്റ്റോപ്പ് സ്റ്റോപ്പ്. വെൽക്കം ഗോ. KL 56X 7436. എനിക്ക് കാണുന്നില്ല അവിടെ. എന്ത് വലിയ സാധനം അത്. ഒരു സാധനം ഉണ്ടായിരുന്നു ടോൾ ഗേറ്റിന്റെ അടുത്ത്. അത് ടോൾ ഗേറ്റിന് വേണ്ടി വല്ല ലൈറ്റ് അല്ലേ? ലൈറ്റ് ലൈറ്റ് അത്രേ ലോഗിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ചാനലിന്റെ പേരാ മറ്റേതോ കുത്തേറ്റ് ട്രാവൽസ്. ഞാൻ യൂട്യൂബ് കാണുമ്പോ അതുകൊണ്ട് കുമ്പാന്റെ സെർച്ചില് അങ്ങനെ നമ്മൾ മുരുടേശ്വർ എത്തി. 0.08% സമയം. നോക്ക് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് 0.008 മുരുടേശ്വറിലാണ്. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സ്കൂൾ ബസ്. അതിന് സ്കൂളുണ്ടോ? ഇവിടൊക്കെ സ്കൂളുണ്ടാവും, ലീവ് ഉണ്ടാവില്ല. നമുക്കല്ലേ ലീവ്. ഇവിടെ ഒരാൾ
ബസ്സിനോട് ബൈ പറഞ്ഞിരിക്കുകയാണ്. ബെൻസി പാലസ് കൊറേ സാധനം ഇവിടെ കാസർഗോഡ് എത്തിക്കാണ്. കാസർഗോഡ് എത്തിക്കാണ്. കാസർഗോഡിന്റെ കർണാടകയിലെ കാസർഗോഡാണ്. കാസർഗോഡിന്റെ മറ്റേ പോസ്റ്റയിലോ റിയൽ പൈസ പാലം പഴയ പാലം ആക്കണോ? നോക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ കാഴ്ച കിട്ടുള്ളൂ. സൂര്യ നോക്കിട്ട് തുമ്മലായി. സൂര്യ നോക്കണ്ടേ? കാണൂലടാ. ഇവിടുന്ന് ക്യാമറയിൽ കാണൂല, നമ്മള് കാണും. നമ്മളെ കണ്ണിന്റെ ഒരു പവർ ക്യാമറ കണ്ണുകളിൽ കാണില്ല. What can we buy with $5 or $50? 50 rupees അല്ല, $50 ആ. അമേരിക്കയിലല്ല, ഇന്ത്യയിലാണ്. ഇത് guys, നട്ടോന്ന് അറിയില്ല ഗൈസ്. നമ്മൾ ഇന്ന് എത്തും 1 മണിക്ക്. കണ്ടില്ലേ? ഓ കണ്ടു കണ്ടു കണ്ടു. ഇവിടെ പടം ബ്രൗൺ കളർ അതൊക്കെ ഒരു ലോറി വരുന്ന ലോറിയാ. ചങ്ങാനൊക്കെ സമ്മതിക്കണം. എന്തു ചിലപ്പോ ഡൽഹിന്നും ഒക്കെ വരുന്ന പൂനെന്നൊക്കെ പ്ലാന്റിൽ നിന്ന് കൊണ്ടുവരുന്നത് കോഴിക്കോടേക്ക്, തിരുവനന്തപുരത്ത്. ഹെലികോപ്റ്ററിന് എടുക്കലേക്ക് ഭയങ്കര പൈസ അയക്കാന് വാങ്ങ. നമ്മളൊക്കെ 1 മാസം ശമ്പളം ഉണ്ടായിരുന്നു വണ്ടി ആടുന്നില്ലേ ഡ്രൈവർക്ക്. തിരിച്ചയാള് ട്രെയിനിലൊക്കെ ആയിരിക്കും പോവാ. തീർച്ചയായും അങ്ങോട്ട് ഇങ്ങനെ എന്തെങ്കിലും ബസ് അങ്ങനെ വണ്ടി ഉണ്ടാവില്ല. പോകുന്ന വണ്ടിയിലൊക്കെ പോകും. ഇവിടെ നാട്ടുകാരല്ല, ലോറിക്കാരുണ്ടാവൂലേ? പോകുന്ന ലോറി ഉണ്ടാവും, ചരക്കുകളുണ്ട്. അല്ല ട്രെയിനിൽ പോകും. ട്രെയിൻ അത്ര പൈസ അല്ല. ലോക്കൽ ടിക്കറ്റ് അവര് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ അതാ അപ്പുറത്ത് അതാ ട്രെയിൻ ട്രാക്ക്. ടോളുകളുടെ അഭിഷേകമാണ്. ക്രിസ്മസ് പക്ഷെ നല്ല റോഡല്ലേ. ക്രിസ്മസ് ട്രീസ് ഉണ്ടില്ലേ? അതിന്റെ ടോൾ വർക്ക് ചെയ്യുന്നില്ല. ബ്ലാക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കള്ളക്കടത്തോ കുഴപ്പമുണ്ടാക്കി അങ്ങനെ അത് ഇവര് പോലീസ് കൂടെ കൊടുക്കുന്നു ടോളിൽ കൊടുക്കും. അങ്ങനെ തന്നെ ലോറിയൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്നറിയാം, ബീഡി അല്ലയാ അങ്ങനെ കൊണ്ടുപോകും. പൊക്കയില പൊക്കയില വേറെ അല്ലേ? ബീഡിന്റെ ഇല വേറെ തന്നെ ഉണ്ട്. വെജിറ്റബിൾസ് വീഡിയോ എടുക്കല. പശു 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 ഗോമാത ഗോമാത ഗോമാത. കർണാടകയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പശു, കാള, പോത്ത് എല്ലാം റോഡിലായിരിക്കും ഉണ്ടാകുക കേട്ടോ. ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഡിവൈഡറിൻ്റെ മുകളിലൊക്കെ രാത്രി കാലങ്ങളിൽ ഇത് കിടന്ന് എണീറ്റ് പെട്ടെന്ന് വണ്ടിയുടെ മുന്നിലേക്ക് ചാടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക.
ഇവിടെയുള്ള ആൾക്കാരായാലും മൃഗങ്ങളായാലും അവർക്ക് അവരുടെ നാടാണ്. അവർ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കൊന്നുമില്ല. നമ്മളാണ് ശ്രദ്ധിച്ചിട്ട് ഡ്രൈവ് ചെയ്ത് പോവേണ്ടത് കേട്ടോ. പിന്നെ 4 ലൈൻ 6 ലൈൻ ഹൈവേ ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലായിരിക്കും വണ്ടികളൊക്കെ വരിക. പെട്ടെന്ന് ബ്രേക്കൊന്നും പിടിച്ചാൽ കിട്ടിക്കൊള്ളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് കഴിഞ്ഞിട്ട് മുന്നോട്ടോ പനവേൽ കാർവാറൊക്കെ കാർവാർ 65 ഇതല്ല അകനാശിനി റിവർ അകനാശിനി അല്ല മുന്നോട്ടാ അല്ലെന്ന് കുറച്ചുകൂടി മുന്നോട്ടാ കാർവാർ കുറച്ചുകൂടി മുന്നോട്ട് ഇതേപോലത്തെ മലകളാണ്. ഗംഗാവലി റിവർ അല്ല, അത് കുറച്ചുകൂടി മുന്നോട്ടാണ്. ഇത് അകനാശിനി റിവറാ. ഗംഗാവലി പുഴന്നല്ലേ പറഞ്ഞേ. അകനാശിനി റിവർ ഇത് അതുപോലത്തെ പ്ലേസ് ആണ് തുക്കു. പക്ഷെ അതല്ല പറയുന്ന അങ്ങോട്ട് മനസ്സിലാക്കി. ഗംഗാവലി പുഴന്നല്ലേ ഓനെ കിട്ടിയേ. ഇത് അകനാശിനി റിവർ കുറച്ചുകൂടി മുന്നോട്ടാ. അതാ പോയത് അപ്പുറത്ത് കാണുന്ന ഇതേപോലത്തെ പ്ലേസ് ആണ്. ഇതുപോലത്തെ മലേന്റെ അപ്പുറത്ത് ഇങ്ങനെ ഇതുപോലത്തെ ഒരു മലയാണ് ഇറങ്ങി ഇങ്ങ് പോകുന്നത്. മനസ്സിലായോ? ഇതുപോലെ വെയിറ്റിംഗ് ഷെഡും വീടും ഒക്കെ ഉള്ള സ്ഥലം. പക്ഷെ 72 ദിവസം കഴിഞ്ഞിട്ട് അവനെ കിട്ടിയല്ലോ. മലയാളി ആയതുകൊണ്ടോ അവനത് കിട്ടിയത് കേട്ടോ. വേറെ എത്ര തമിഴ്നാട്ടിലുള്ള ഒരാൾ ഇതുവരെ കിട്ടിയില്ലല്ലോ. നമ്മളത് സർക്കാരും ആണ് ഹൈയസ്റ്റ് പ്ലേസ് ഉണ്ടായിരുന്നത്. നാളെ ഇങ്ങനെ മലങ്ങ് പോകുന്നത്. അതാ ഇങ്ങനെ അതിപ്പോഴും റെഡി ആക്കിയില്ലാന്ന് തോന്നുന്നു. ഇതിലെയാ പോണ്ടേ. ചെലപ്പോ ഇപ്പുറത്താ. ഇതൊക്കെ അകനാശിനിയാടാ. ഇതല്ല, ഇതുപോലത്തെ ഒരു പ്ലേസ് ആണ്. അകനാശിനിയാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഗംഗാവലി പോയ മേലോട്ടാ. ഇതൊക്കെ വെള്ളം ഒലിച്ച് വരുന്ന ഇത് 2 ലൈൻ. ഇതൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടാക്കി സംഭവം. അതാണ് തോന്നുന്നത്. അപകടം നടന്ന ശിരൂരിലൂടെ ഒരു യാത്ര. ഊട്ടിയിലേക്ക് ഒരു യാത്ര ചെയ്തു. നമ്മളെ നാട്ടുകാരൻ തന്നെ അത് മരിച്ചത്. ഇനി മുത്താമ്പിയിലേക്ക് ഒരു ഗോവയിലേക്ക് യാത്ര അല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഓയിലിന്റെ പമ്പൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ആയിരിക്കേണ്ട ഒരു പാർട്ടി ഹുസൂർ. ഇതൊക്കെ ഗംഗാവലി പോയാൽ ഇപ്പം ഭയങ്കര തെളിഞ്ഞ സ്ഥലമായി. ആണ് ഗംഗാവലി റിവർ. കണ്ടോ തെളിഞ്ഞ വെള്ളത. അവിടെ ആ മണ്ണിടിച്ചിട്ടുണ്ട്. കണ്ടോ അവിടെ നിന്നാണ് മണ്ണിടിഞ്ഞത്. നിങ്ങൾ അപ്പുറത്താണ് പറഞ്ഞു നിന്നല്ലേ. അവിടെ മണ്ണത റിവറിൽ. അത് തന്നെ പറഞ്ഞേ. അതിന്റെ അടുത്തെത്തുമ്പോ സൈഡാക്കണേ.
ഇവിടൊക്കെ മണ്ണിടിച്ചിലുണ്ടാക്കി. പ്രൈസ് എത്ര അറിയാ? എന്തോ തട്ടിയില്ലേനോ ആ മണ്ണ് 495 ആണ് പ്രൈസ്. ഇപ്പോഴും ഇവിടെ ലോറിക്കാരൊക്കെ നിർത്തിയിടുന്നുണ്ട് അല്ലേ? നോർത്തറി ഇങ്ങനെ ഏതൊരു വീഡിയോ ആയിരിക്കും പോയല്ലേ? ഇത് വീഡിയോ അല്ല. അപ്പുറത്ത് റോഡ് ഇപ്പോഴും ശരിയായിക്കില്ല എന്ന് തോന്നുന്നു. അപ്പുറത്തൂടെ നല്ല വണ്ടികളൊക്കെ വരുന്നത്. അല്ല പോരാ. വീഡിയോ എടുക്കുന്നുണ്ടോ? ഇവിടൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ സെറ്റപ്പിൽ ഇങ്ങനെ ലോറികളൊക്കെ നിർത്തിയിരുന്ന സ്ഥലമായിരുന്നു അത്. അതുപോലത്തെ ഒരു കട ലക്ഷ്മണന്റെ ചെറിയ മക്കളായിരുന്നു അവൻ്റെത്. ഉണ്ടാക്കുന്നത് അവിടെയാ പ്ലീസ്. അവിടെ മണ്ണ് കൂട്ടിട്ടുണ്ടോ? കുറച്ചുകൂടി മുന്നോട്ട് നിർത്തി, കുറച്ചുകൂടി മുന്നോട്ട്. ആ റൈറ്റ് നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം. അവിടെ നിർത്തിക്കാ പശുവൊക്കെ ഉള്ളിടത്തിൽ. ഇവിടെ പ്രശ്നമില്ലല്ലോ. നല്ല ഇറങ്ങണേ. അങ്ങോട്ട് അധികം പോണ്ടേ? നമ്മുടെ കോഴിക്കോടുകാരനായ അർജുന് ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ദിവസം പ്രാർത്ഥനകളുമായിട്ട് ഇരുന്ന ഒരു സമയമുണ്ടായിരുന്നു മലയാളികൾക്ക്. ആ ഒരു പ്ലേസിൽ ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു എന്താ പറയുക, 72 ദിവസങ്ങൾക്ക് ശേഷം ലോറിയും അർജുൻ്റെ ബോഡിയും കിട്ടുമ്പോൾ നമ്മൾ അതിശയിച്ച് നിന്നൊരു സമയവും ഉണ്ടായിരുന്നു മലയാളികൾക്ക്. ഇതിനെല്ലാം മുന്നിൽ നിന്നിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, മനാഫ്ക മൂപ്പര്. ഇതിൽ തുടക്കം മുതലേ ഇവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു ഒക്കെ നമ്മൾ വീഡിയോയിൽ കൂടിയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അധിക സമയം നമ്മളിവിടെ നിൽക്കത്തില്ല കേട്ടോ. മനസ്സിന് എന്തോ ഒരു വിഷമം പോലെയാണ് ഇവിടെ ഇറങ്ങിയപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോവാണ്. എന്തായാലും അർജുൻ്റെ കണ്ടെത്തി എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ട്. പോവാം. നല്ല സുഖമില്ല. വലിയൊരു പുഴ അത്, ഗംഗാവലി. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഓളം പോലെ വന്നതിനും പോലെ ഈ മല ഇടിഞ്ഞിട്ട് തിര പോലെ ഇതുപോലെ. അവിടെ ഒരു ക്ഷേത്രം. അത് വരട്ടെ, അത് ഫൈൻ ദ റൂട്ട് വരൂ. ഇതുപോലെ 4 ലൈൻ റോഡായിരുന്നു. ഇത്രയും സ്പേസ് അവിടെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ ഒലിച്ചു പോയത്. ഇറ്റ്സ് ഫേറ്റ്. ഒന്നും ചെയ്യാൻ പറ്റൂല നമുക്കാർക്കും. ദൈവത്തിൻ്റെ വികൃതികളിൽ ഒന്ന്. വന്ന് ഇവിടെയൊക്കെ എന്തൊക്കെ പണികളുണ്ട്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോഴും ഒരുപാട് ഡ്രൈവേഴ്സ് കുളിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ നിർത്തുന്നുണ്ട് ഈ ഒരു പ്ലേസിൽ. നമ്മുടെ കോഴിക്കോട്ടുകാരനായ അർജുന് ഇങ്ങനൊരു ആക്സിഡൻറ്റ് ഇവിടുന്ന് സംഭവിച്ചതിൽ എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. ഇങ്ങനെയൊരു വിധി ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിക്കുകയാണ്.
ഗോവയിലേക്കുള്ള നെക്സ്റ്റ് പാർട്ട് വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആകുന്നത് കേട്ടോ. ഗോവയിലേക്കുള്ള നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.